ഒരിക്കലും കൊല്ലൂല. നമ്മളങ്ങനെ ചെയ്യുമെന്ന് രേണുവിന് തോന്നുന്നുണ്ടോ? രേണുവിനെ കൊല്ലാൻ നമ്മളങ്ങനെ ചെയ്യൂല. നമുക്ക് രേണുവിൻ്റെ നന്മയും ഉന്നമനവും മാത്രമേ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും തുറന്നു കഴിഞ്ഞാൽ രേണുവിൻ്റെ പുതിയ പുതിയ വിഷയങ്ങൾ വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏറ്റവും ട്രെൻഡിങ് ഒരു സാധനം രേണുവിൻ്റെ ഫേസ്ബുക്ക് പേജ് അടിച്ചു പോയി എന്നുള്ള സാധനമാണ്. കുറച്ചധികം ആളുകൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അത് ഞാനിട്ട വീഡിയോയ്ക്ക് കമൻറ്റുകളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ കമൻറ്റിന് റിപ്ലൈയും കൊടുത്തു. അത് അടിച്ചു പോയിട്ടുണ്ട്, ഹാക്ക് ആണെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട മെജോറിറ്റി ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല. ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാമാന്യം ഇല്ലാത്തതെല്ലാം കൂടെ തയ്ച്ച് കെട്ടി ഇടുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിഷയം ഇടാതിരുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ഈ ചോദ്യം ഇൻസ്റ്റാഗ്രാമിലും മറ്റേ യൂട്യൂബ് കമൻറ്റ് ബോക്സിലും ഒക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായി. അതാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പോയത്, ഇതിന് അവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സുനാപ്പികൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എൻ്റേതായ പെർസ്പെക്റ്റീവിലൂടെ ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ, ഈ ഒരു സ്ക്രീൻഷോട്ടാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പോർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു സാമാനം ഉണ്ടാക്കിയത് ഞാനാണ്. ഇത് ഞാനാണ് ഉണ്ടാക്കി ഫസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം വിവിയാണ് അതിൻ്റെ താഴെ 2 ഫോട്ടോ വെച്ചിട്ട് വിവിയുടെ ചാനലാണ് വന്നത്. അതാണ് എല്ലാവരും ഈ റീപോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് നടക്കുന്ന സംഭവം. ഇപ്പോൾ രേണുവിൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്. ഈ അക്കൗണ്ട് രേണു സുധി എന്നുള്ള അക്കൗണ്ടൊക്കെ എല്ലാം 000 ആവുകയും അനുശ്രീ എന്ന് പറയുന്ന ഒരു പുതിയ അക്കൗണ്ട് താഴെ രേണു സുധി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നാൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ രേണു പലതരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വളരെയധികം ചർച്ചയായിരുന്ന സമയത്ത് രേണു അതുലിനെയും ഡാനിയും വെല്ലുവിളിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഇതിനെതിരായിട്ട് ഡാനി പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പ്രേക്ഷകർ വരാം അവളുടെ വീഡിയോ അടിച്ച് കളയണോ വേണ്ട എന്നുള്ളത്. ഡാനി അല്ല കേട്ടോ ചെയ്തത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി. ഇതുപോലെ രേണു പലരെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഒരിക്കലും ഡാനി അതിലേത് ചെയ്യുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം രേണുവിന് പറയാനുള്ളത്, കുറച്ച് നാൾ മുമ്പ് രേണു പറഞ്ഞ സാധനം ഒന്ന് നമുക്ക് കേൾക്കാം. ഈ അതിൽ ഡാനിയും വെല്ലുവിളിച്ച സാധനം. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ് അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണകൊണകൊണകൊണാന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യം ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ചോണയുണ്ടെങ്കിൽ ഒന്ന് പൂട്ടി കാണിക്കണമെന്ന് സമാധാനമല്ലോ. പൂട്ടിപ്പോയല്ലോ സാധനം. അവരാണെങ്കിലും അല്ലെങ്കിൽ സാമാനം പൂട്ടിപ്പോയേ, നമുക്ക് അതറിഞ്ഞാൽ മതി. രേണുവിൻ്റെ ഫേസ്ബുക്ക് അടിച്ചുപോയി. ഇപ്പോൾ രേണു അറിയേണ്ട ഒരു കാര്യം, ഈ ഫേസ്ബുക്ക് അടിച്ച് കളയുക എന്നൊരാശയം ആർക്കുമില്ല. രേണുവിൻ്റെ ഇൻകേസ് അങ്ങനെ നിർത്തലാക്കണമെങ്കിൽ, അടിച്ച് കളയണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയിരിക്കും അടിച്ച് കളയുന്നത്. ഇപ്പോൾ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ശിങ്കിടികൾ പറയുന്നത് ഈ സാധനം അടിച്ച് കളഞ്ഞത് ആരാ? നമ്മളൊരു ടീമായിട്ട് കുറേ യൂട്യൂബേഴ്സ് നിന്നിട്ട് അടിച്ച് കളഞ്ഞതാണ്, അവർ ഹാക്ക് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രേണുവിൻ്റെ വീഡിയോ ഞാൻ സെർച്ച് ചെയ്തു. രേണു ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ അയ്യോ അത് തുമ്മിയതല്ല, അവൾ ചുമ്മാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയതാണെന്ന് വരെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ടീമുകളുടെ അക്കൗണ്ടുകളെല്ലാം ഞാൻ നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ ശ്രീതു ഈ വീഡിയോ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ശ്രീതു അഡ്രസ്സ് ചെയ്ത വിഷയത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തതിനെ പറ്റിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആരാണ് ഹാക്ക് ചെയ്തത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അത് റിയാക്ട് ചെയ്യാത്തതാണ്. കാരണം എന്താണെന്ന് പറയട്ടെ. നിങ്ങൾക്ക് അറിയത്തില്ല ആരാന്നുള്ളത്, ചുമ്മാ വന്നിരുന്ന് മെഴുകാൻ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾക്കും അറിയത്തില്ല ആരത് ഹാക്ക് ചെയ്തതെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാമെങ്കിലായി ഇവർ മിണ്ടാതിരിക്കാൻ പോകുന്നത്. ഇവർക്കും അറിയില്ല അത് എന്താ സംഭവിച്ചതെന്നുള്ളത്. അത് ഞാൻ പറയാം, എൻ്റെ ഒരു അനാലിസിസിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാം. ശ്രീത് ബാക്കി പറയട്ടെ. ഒരല്പമെങ്കിലും, അതായത് രേണുവിനെ വെച്ച് എന്തായാലും ഈ ടീം എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കാണും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഒന്നുമില്ലെങ്കിലും കുറേ മാസം കൊണ്ട് രേണുവിന്റെ കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്ത് തിന്ന് ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? ശ്രീതു എങ്ങനെയാ $100 വെച്ചേ? ശ്രീതുവിൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് ഏതൊക്കെയാ? അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ താൻ കറക്റ്റ് ആണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയാൻ. യൂട്യൂബിൽ വന്നിട്ട് ഇവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇവരെന്തോ ഭയങ്കര അൽക്കിടിലുമാണ്, ബാക്കിയുള്ളവരെല്ലാത്തിനും പട്ടിത്താറ്റ് രീതിയിലാണ് ശ്രീതു പലപ്പോഴായിട്ട് സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇവരുടെയൊക്കെ വീഡിയോ വിട്ടയാണ്. ബാക്കിയേക്കാം. നിങ്ങളുടെ കുടുംബത്തിനായാലും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായാലും രേണു എന്നുള്ള കണ്ടന്റിന്റെ ക്യാഷ് ഇല്ലേ നിങ്ങൾ എടുക്കുന്നത്? എന്നിട്ട് ആ കുട്ടിയുടെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ ഹാക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടം. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടിയുടെ തന്നെ പേജ് ഹാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, സോ അത് ഹാക്ക്ഡ് ആണെന്നാണ്
ഈ ശ്രീതു പറയുന്നത് ആ രേണുവിൻ്റെ പേജ് ഹാക്കായി പോയി എന്നാണ് ശ്രീതു പറയുന്നത്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ശ്രീതുവിൻ്റെ അറിവ് പ്രകാരം ആ ഒരു പേജ് ഹാക്ഡ് ആണ്. അപ്പോൾ രേണുവിനെ വെച്ച് സമ്പാദിച്ച് ഭ്രഷ്ടാനം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന ആരുമാണ് അത് ഹാക്ക് ചെയ്തതെന്നാണ് ശ്രീതുവോട് അവകാശപ്പെടുന്നത്. ഞാനല്ല, എനിക്കറിയത്തില്ല, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല, എനിക്കറിയാൻ പാടില്ല ഇതാരാണ്. എനിക്കറിയാവുന്ന എൻ്റെ സർക്കിളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അറിവിൽ എനിക്കറിയത്തില്ല, അവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ശ്രീതു പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം. വ്യക്തി എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, പേര് തന്ന് ആരും ഹൈപ്പ് തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പേര് പറയാത്തത്. ഈ ശ്രീധുവിൻ്റെ ഇമ്മാതിരി സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. ശ്രീധുവിന് അറിയാം ഇതാരാണെന്നുള്ളത്, ഈ ഹാക്ക് ചെയ്തിട്ടുള്ളത് ആരാണെന്നുള്ളത് ശ്രീധുവിന് അറിയാം. പക്ഷേ ഇത് പറഞ്ഞ് അവർക്കൊരു ഹൈപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശ്രീധു എന്നെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്നെ റിയാക്ട് ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ മറുപടി റിയാക്ഷൻ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ശ്രീധു പറഞ്ഞതെല്ലാം ശരിയായിട്ടോ എനിക്കതിന് മറുപടി പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടോ അല്ല. ഞാൻ അതിന് മറുപടി കൊടുക്കാത്തത് ശ്രീധു അതിനകത്തൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 50-20 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ നമ്മളെ റിയാക്ട് ചെയ്യാൻ വരുന്നു, നിനക്കൊന്നും ഞാൻ റിപ്ലൈ തരില്ല, അങ്ങനെ നിനക്കൊന്നും ഞങ്ങൾ റീച്ച് തരില്ല, നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കളിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, നമ്മൾ അവരുമായിട്ട് കളിച്ചോളാം എന്നൊക്കെ ഒരു സാധനം ശ്രീധു പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ശ്രീധു പറയുന്നത് എന്താ, അവൻ്റെ പേര് ഞാൻ പറയില്ല, അങ്ങനെ അവന് ഞാനൊരു ഹൈപ്പ് കൊടുക്കണ്ടെന്ന്. ശ്രീധുവിൻ്റെ വിചാരം എന്താണ്? ശ്രീധുവിന് കൊട്ടക്കണക്കിന് റീച്ച് ഉണ്ടെന്നാണ് ശ്രീധുവിൻ്റെ വിചാരം. ശ്രീധുവിന് സബ്സ്ക്രൈബേഴ്സും കുറവാണ്, ശ്രീധുവിന് റീച്ചും അതീവ പരാജയമാണ്. ഈ 1K 2K അല്ല റീച്ച് എന്നുള്ളത്, അത് ആദ്യം ശ്രീധു മനസ്സിലാക്കുക. ശ്രീധുവിന് കൊട്ടക്കണക്കിന് റീച്ചൊന്നുമില്ല. നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കേണ്ട തരത്തിലുള്ള റീച്ചൊന്നും ശ്രീധുവിനില്ല. വേണേ ശ്രീധുവിൻ്റെ പേജ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ശ്രീധുവിൻ്റെ പേജ്. ശ്രീധുവിന് എത്ര 76 വ്യൂവർ, 1.4K, 1.6K, ബാക്കി പോട്ടെ, എന്ത് ചെയ്യേ 3K, 1K, 3K, പിന്നെ 88 വ്യൂസ്, എന്ത് 299 വ്യൂസ്. ഇതൊക്കെയാണ് ശ്രീധുവിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. ശ്രീധുവിന് വ്യൂസ് തീരെ ഇല്ല എന്നുള്ള കാര്യം ശ്രീധു ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഹൈപ്പ് കൊടുക്കില്ല, ഇങ്ങനെയുള്ളവരെ ഞാൻ റിയാക്ട് ചെയ്യില്ല, ഞങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കളിച്ചോളാം. നിങ്ങൾക്ക് ഫസ്റ്റ് റീച്ച് ഇല്ല, നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ഈ വളർന്നു വരുന്ന റീച്ച് ഉണ്ടാക്കുന്ന ആളുകളെ പുച്ഛിക്കാതിരിക്കുക. നിങ്ങൾ ജനിച്ചു വീണപ്പോഴേ 2800 ഫോളോവേഴ്സും കൊണ്ടാണല്ലോ അല്ലല്ലോ വന്നത്. നിങ്ങളും കഷ്ടപ്പെട്ട് ഈ 50 സബ്സ്ക്രൈബേഴ്സ് 20 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചെയ്ത് തന്നെയല്ലേ കയറി വന്നേ. അപ്പോൾ ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കയറാതിരിക്കുക. അഹങ്കാരം ഒരു പൊടിക്കൊന്ന് കുറച്ചാൽ നന്നായിരിക്കും. നമുക്ക് ശ്രീധു പറയുന്ന ബാക്കിയാക്കാം. പ്രേക്ഷകരോട് മീൻസ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ തെണ്ടിത്തരം കാണിച്ചവരുണ്ടല്ലോ, രേണുവിന്റെ ഫേസ്ബുക്ക് പേജ് അടിച്ചു കളഞ്ഞ് തെണ്ടിത്തരം കാണിച്ചവര് രേണുവിനെ അടിച്ചു കളഞ്ഞോ ഹാക്ക് ചെയ്തോ, ആദ്യം നിങ്ങൾ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കി. ഹാക്ക് ചെയ്താണോ പേജ് അടിച്ച് ടെർമിനേറ്റ് ആക്കി കളഞ്ഞോ, എന്താ സംഭവിച്ചത്? നിങ്ങൾക്കത് ആരാന്നറിയില്ല, പറയാൻ താല്പര്യമില്ലെന്ന് അവകാശപ്പെടുന്നത്. ഹാക്ക് ചെയ്തെന്ന് പറയുന്നു, അടിച്ചു കളഞ്ഞെന്ന് പറയുന്നു, എന്താ ശരിക്കും സംഭവിച്ചത്? ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? കുറച്ച് ദിവസം മുമ്പേ ഇവർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, യൂട്യൂബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇമാതിരി വിഷയങ്ങൾ ഞാൻ തൊടുന്നില്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടേ സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും രേണുവിൻ്റെ കണ്ടന്റ് പൊക്കിക്കൊണ്ടുവന്നു. പറയുന്ന വാക്കിലാദ്യം നിങ്ങൾ ഉറച്ചു നിൽക്കുക. ശ്രീധു, നിങ്ങൾ രേണുവിനെ കുറിച്ച് ചെയ്തു, യാതൊരു പ്രശ്നമില്ല, ചെയ്തോ. പക്ഷേ ചക്ക എന്ന് പറയുകയും മാങ്ങയുടെ പടം എടുത്ത് കാണിക്കുകയും കൂടെ ചെയ്യുന്ന പരിപാടി ചെയ്യരുത്. കൊണ്ട് രേണുവിനെ വിറ്റ് ജീവിക്കുന്നവരാണ്. രേണുവിനെ വെച്ച് കണ്ടന്റ് ചെയ്ത് അരി വാങ്ങിച്ച് തിന്നുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ അവൾമാരാണ് അല്ലെങ്കിൽ അവന്മാരാണ് ഈ ഒരു പേജ് കളയാനായിട്ട് പിന്നിൽ മീൻസ് ഹാക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യവും ചെയ്തത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ട്, ആരാണെന്നുള്ളത് ശ്രീധുവിന് വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിനകത്തൊക്കെ ഇവർ ഫോക്കസ് ചെയ്യുന്നൊരു പേര് മഞ്ജു ആൻ്റണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെയാണ്. ആ പേജ് പറയാനുള്ള കാരണം ബാക്കി എല്ലാ ചാനലും കിടന്ന് സർക്കുലേറ്റ് ആയത് ഞാൻ എഡിറ്റ് ചെയ്ത ആ സാധനവും അതിൻ്റെ താഴെ വിവി ഹിയർ വെച്ച് 2 ഫോട്ടോസ് വെച്ചിട്ട് വിവിയുടെ ചാനലിട്ട പോസ്റ്റാണ് ഫുള്ള് സർക്കുലേറ്റ് ആയിരിക്കുന്നത്. അറിയാമല്ലോ, വിവി ഭയങ്കര റീച്ച് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ വിവിയുടെ പോസ്റ്റ് പല ആൾക്കാരും എടുത്തുകൊണ്ട് പോയി വിവിയുടെ പോസ്റ്റാണ് ഭയങ്കരമായിട്ട് റീച്ച് ആയത്. അപ്പോൾ ഇതിന് വിരുദ്ധമായി മഞ്ജു ആൻ്റണിയുടെ പേജിൽ മറ്റൊരു പോസ്റ്റ് കിടന്ന് കിടക്കുന്നു, മറ്റൊരു സ്ക്രീൻഷോട്ട് വരുന്നു. ഇതാണ് ഇവർ കണ്ടുപിടിച്ച വലിയ CID മൂസ, സേതുരാമയ്യർ എന്ന് പറയാൻ പറ്റത്തില്ല, CID മൂസ പരിപാടി. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
രേണുവിന് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. രേണു അവിടെ പോകുന്നത് കുൽസിത വർക്കിനാണ് എന്നും പറഞ്ഞിട്ടൊരു വിവാദം നടക്കുന്നുണ്ട്. അതിലെ കൂടെ സ്വർണം കടത്തി എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നുണ്ട്. അതിലെ കൂടെ ലഹരി കടത്തി എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ കൂടെ ലഹരി കടത്തി എന്ന് പറഞ്ഞിട്ടൊരു വിവാദം നടക്കുന്നുണ്ട്. ഈ വിവാദങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മുക്കിത്താക്കാൻ വേണ്ടി പല പ്രക്രിയകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ അതിലായാലും ഡാനി ആയാലും ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ഫേമസ് ആയിട്ടുള്ള ആളുകളെയും അവരുടെ പിടിപാട് അത്ര വലുതാണ്. അവർ വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നതാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് അടിച്ച് കളയാൻ പറ്റും. പക്ഷെ അവർ ചെയ്തിട്ടില്ല, അവരങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഒരാൾ ഉപദ്രവിക്കുന്നുണ്ട്, അവർക്ക് യാതൊരു നഷ്ടവുമില്ല. മറിച്ച് അയാൾ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊക്കെ ഗുണം മാത്രമേ ഉള്ളൂ. രേണുവിൻ്റെ പേജ് അടിച്ച് കളയാനാണെങ്കിൽ ഫസ്റ്റ് അടിച്ച് കളയുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഒരിക്കലും ആർക്കും വേണ്ടാത്തൊരു ഫേസ്ബുക്ക് ആരടിച്ച് കളയാനത്? ഫേസ്ബുക്കിനകത്ത് ആര് നോക്കുന്നു? കുറേ ടോക്സിക് ആയിട്ടുള്ള ചില ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നു, കുറച്ച് നല്ല ആളുകളുണ്ട്. ഇതാണ് ഫേസ്ബുക്കിലുള്ള ഓഡിയൻസ്. ഫേസ്ബുക്ക് പേജ് അടിച്ച് കളഞ്ഞിട്ട് ഇവിടെ ആർക്ക് എന്ത് ഗുണം? അങ്ങനെ അടിച്ചു കളയുകയാണെങ്കിൽ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാമേ അടിച്ച് കളയത്തുള്ളൂ എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ രേണുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിവാദങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് മുക്കാൻ വേണ്ടി രേണു പല വിവാദങ്ങളും വീണ്ടും കൊണ്ടുവരാൻ, പല കോൺട്രവേഴ്സികളും കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൽബങ്ങൾ ട്രൈ ചെയ്യുന്നു. മറ്റേ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള ഓരോ പൊട്ട പോസ്റ്റുകൾ വെച്ച് ജനറേറ്റ് ചെയ്തിരുന്നു. ഈ വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫേസ് 100% എക്സാക്ട് എന്ന് പറഞ്ഞെങ്കിൽ കൊടുക്കുക. ഇത് നിങ്ങളാണോ എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് നിങ്ങൾ വെച്ച് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ജനറേറ്റ് ചെയ്തിടുന്നു. സ്വർണത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. രേണുവിൻ്റെ ഒരു സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, രേണുവിനെതിരെ വരുന്ന അലിഗേഷൻ ശരിയാണെങ്കിൽ രേണു അതിന് മറുപടി പറയത്തില്ല. ഹനാൻ പറഞ്ഞതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ലഹരിക്കടത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവിടെ റാസൽ കൈമയിൽ പോകുന്നത് കുൽസിത പരിപാടിക്കാണെന്നുള്ളതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആകെ രേണുവിന് മറുപടി സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മാത്രമാണ്. സോ രേണു സ്വർണം കടന്നിട്ടില്ല, ബാക്കി എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടെന്നുള്ള സാധനം നമുക്ക് എത്തിച്ചേരാം. ഇനി രേണു അറക്കാൻ വെച്ചേക്കുന്ന ബലിയാടുകളാണ് രേണുവിനെ വെളുപ്പിക്കുന്ന ശിങ്കടികളായിട്ടുള്ള രണ്ടെണ്ണം. നമ്മളിപ്പോൾ കണ്ട ആളും മറ്റേ ആളും. അപ്പോൾ ഇവർ പറയുന്നത് എന്താ? ശ്രീധുവിൻ്റെ പെർസ്പെക്റ്റീവിൽ രേണുവിൻ്റെ പേജ് ഒന്നെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ പേജ് അടിച്ചു കളഞ്ഞു. ഇതാണ് ശ്രീധു പറയുന്ന സാധനം. ശ്രീധു പറയുന്നത് രേണുവിൽ നിന്നുമുള്ള ക്രെഡിബിൾ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പുതിയൊരു വിവാദം ഉണ്ടാക്കാൻ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പരിപാടിയില്ലേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറക്കാനായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോകുമ്പോൾ ഇതെടുത്ത് ഒഴിപ്പിച്ച് വെക്കും. എന്നിട്ട് അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നേരം ഇതുകൊണ്ട് അവിടെ ഒരു തീ കത്തിച്ച് അവിടെ ഒരു മറ്റൊരു വിവാദം ഉണ്ടാക്കും. ഈ സെറ്റപ്പാണ് രേണു ചെയ്യുന്നത്. രേണു തന്നെ അത് ഡിലീറ്റ് ചെയ്താണോ കാശ് കൊടുത്ത് മറ്റൊരു പ്രൊഫൈൽ മേടിച്ചാണോ ഒന്നും നമുക്കറിയത്തില്ല. ഇനി ഇവർ പറഞ്ഞ പോലെ ഇവർ പറയുന്ന പെർസ്പെക്റ്റീവ് അത് ഹാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അടിച്ചു കളഞ്ഞു എന്നാണ്. രേണുവിന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. രേണുവിൻ്റെ FB അക്കൗണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് രേണു സുധി വന്ന് മറുപടി ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നായി തന്നെ ഉണ്ട്. നന്നായി ഞാൻ തോന്നുന്നു ഉദ്ദേശിച്ചത് അക്കൗണ്ട് നന്നായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് രേണു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? അപ്പോൾ ഈ ശ്രീധു വന്നിരുന്ന് മെഴുകിയ സാധനം എന്താണ്? നമുക്ക് ഹാക്ക് ചെയ്തവനെ നമുക്കറിയാം, നമ്മളവനെ കുഴിച്ചിർത്തി ഇടിക്കും, പക്ഷെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാ എന്നൊക്കെയല്ലേ ശ്രീധു അവിടെ കടന്ന് മെഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അക്കൗണ്ടിന് ഒരു പ്രശ്നമില്ല, രേണുവിനറിയാൻ എന്താ പറ്റുന്നുള്ളൂ. അക്കൗണ്ട് യാതൊരു പ്രശ്നമില്ല, അക്കൗണ്ട് നന്നായി തന്നെ ഉണ്ടെന്നാണ് രേണു പറയുന്നത്. ഈ സാധനം ഹാക്കായി പോയതാണ്. ഒന്നെങ്കിൽ ഹാക്കായി പോയതാണ്, അല്ലെങ്കിൽ രേണു തന്നെ പുതിയ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ആ സാധനത്തിനെ മൂടി മറച്ചു. അത് ഒരു ഡിലീറ്റ് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് എടുത്ത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. പുതിയൊരു വിവാദം ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. എന്നാൽ മാത്രമേ മറ്റേ വിവാദത്തിൽ നിന്ന് രേണുവിന് പുറത്തു കിടക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുവരെ രേണു ഈ വിഷയത്തിൽ പ്രതികരണമായിട്ട് വന്നിട്ടില്ല. ഉടനെ വരും. അപ്പോൾ ഈ ശ്രീധു പറഞ്ഞ് ഇതേ സാധനമായിരിക്കും വരുന്നത്. അവന്മാരെല്ലാം കൂടെ സംഘം ചേർന്ന് എൻ്റെ ഫേസ്ബുക്ക് അടിച്ചു കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. നമുക്ക് കണ്ടറിയാം. അതൊരു പുതിയ കോമഡി ഐറ്റം ആയിരിക്കും. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ രേണുവിൻ്റെ ഫേസ്ബുക്ക് പേജ് പോയതിൽ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി പേര് അത് മനസ്സാലെ ആഗ്രഹിച്ചിട്ടുണ്ട്. രേണുവിന് ഇൻസ്റ്റാഗ്രാം അടിച്ചു പോകാനും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതങ്ങനെ നടക്കുന്നതിൽ സന്തോഷമുണ്ട്, എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജോ അടിച്ചു പോകലല്ല വേണ്ടത്. അവർക്കൊരു മനസാന്തരമുണ്ടായി അവർ നല്ല വഴിക്ക് പോകുക എന്നത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അവരെ നമ്മൾ വാനിഷ് ചെയ്ത് തുടച്ചു മാറ്റി കളയാമെന്നൊരു അഭിപ്രായം എനിക്കില്ല. അവരെ നന്നാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു മണ്ടത്തരം കാണിച്ചു, ഒരു ബുദ്ധിശൂന്യത കാണിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടലിക്ക് നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് അവനെ നേർവഴിക്ക് നടത്തും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അടിച്ചു കളയുന്ന പരിപാടിയോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് രേണു തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഏതോ തന്ത്രമാണെന്നുള്ളതാണ്. അല്ല ഹാക്കായി പോയതാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റും. പണിയറിയാവുന്ന ആളുകളുണ്ട്. നല്ലോണം ദമ്പടി ചിലവാക്കി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന കഴിവുള്ളവർ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട്.
ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ തരണം കേട്ടോ. ഒന്നും ആരും ചെയ്യുന്നില്ല. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കൂടുതൽ കാണുന്നത്. കാണുന്ന ആളുകളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇട്ട് വന്നേരെ. ബൈ.